തിരുവചന സന്ദേശങ്ങൾ ശ്രവിക്കുന്നതിനായി ഭാഗ്യവചനധാര ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ത്രിയേക ദൈവത്തിൻ്റെ ധന്യതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഭാഗ്യവചനധാരയിലേക്ക് ഏവർക്കും സ്വാഗതം. മനുഷ്യന് ദൈവം നൽകിയിട്ടുള്ള ഏറ്റവും വലിയ ഒരു വരദാനമാണ് ആശയവിനിമയത്തിനുള്ള കഴിവ് എന്നുള്ളത്. മനുഷ്യർ തമ്മിൽ ആശയവിനിമയം പ്രധാനമായും സംസാരത്തിൽ കൂടിയാണ്. സംഭാഷണം മനുഷ്യന് ഒരു കലയാണ്, ഒരു സിദ്ധിയാണ്. അതിൽ കൂടി സുഹൃത്തുക്കളെ നേടുവാനും സൗഹൃദം വളർത്തുവാനും വിജ്ഞാനം പകരുവാനും വിസ്മയം ജനിപ്പിക്കുവാനും ആവേശം ഉണർത്തുവാനും കഴിയും. മാത്രമല്ല, നിരാശ പരത്തുവാനും ഉത്സാഹം കെടുത്തുവാനും ദുഃഖമുളവാക്കുവാനും സാധിക്കും. ഇങ്ങനെ നാവിൻ്റെ സാധ്യതകൾ അനന്തമാണ്, അത്ഭുതാവഹമാണ്. ദൈവം തന്നിട്ടുള്ള വലിയ വരദാനം നമ്മുടെ നാവ് തന്നെ. സംസാരം നമ്മുടെ വ്യക്തിത്വത്തെ വെളിപ്പെടുത്തുന്നു. നമ്മുടെ നിലവാരം എന്തെന്ന് നമ്മുടെ സംസാരം ശ്രദ്ധിച്ചാൽ വ്യക്തമാകുന്നതാണ്. നമ്മുടെ സംസാരം മറ്റുള്ളവരെ നമ്മിലേക്ക് ആകർഷിക്കുവാനും അകറ്റുവാനും പോരുന്നതാണ്. യാക്കോബ് ശ്ലീഹ നാവിനെ പറ്റിയും നാവിൻ്റെ പ്രയോഗത്തെ പറ്റിയും ഏറെ പ്രതിപാദിച്ചിട്ടുണ്ട്. അദ്ദേഹം പറയുന്നു, ഒരുവൻ വാക്കിൽ തെറ്റാതിരുന്നാൽ അവൻ ശരീരം മുഴുവൻ കടിഞ്ഞാണിട്ട് നടത്തുവാൻ ശക്തനായി സൽഗുണപൂർത്തിയുള്ള മനുഷ്യനാകുന്നു എന്ന്. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ സംസാരം മറ്റുള്ളവർക്ക് കുളിർമയും ശാന്തിയും സന്തോഷവും ഉളവാക്കുവാൻ തക്കവണ്ണം സാധിക്കുന്നതാണ്. സൗഹൃദം വളർത്തുവാനും സാധിക്കും. നമ്മുടെ ജീവിതത്തിൽ ശ്രേഷ്ഠമായ കഴിവാണ് നല്ലതായ സംസാരങ്ങൾ എന്നുള്ളത്. നമ്മുടെ നന്മയോ വിജയമോ നേട്ടമോ മറ്റുള്ളവരുടെ ശ്രദ്ധ പിടിച്ചു പറ്റുന്നില്ല. നമ്മുടെ സംഭാഷണം നമ്മുടെ സംസാരത്തെ വിലയിരുത്തുവാനും നിയന്ത്രിക്കുവാനും പോരുന്നതാണ്. പറഞ്ഞു പരത്തുന്ന പലതും കേട്ടുകേൾവിയിൽ കൂടിയാണ്. പ്രത്യേകിച്ച് മറ്റുള്ളവരുടെ ദോഷത്തെക്കുറിച്ചോ പരാജയത്തെക്കുറിച്ചോ ആണ് എങ്കിൽ അത് വേഗത്തിൽ മറ്റുള്ളവരുടെ കാതുകളിൽ എത്തിക്കുവാൻ ഉത്സാഹമായിരിക്കും. അതിൻ്റെ സത്യാവസ്ഥയെക്കുറിച്ചോ സാധുതയെക്കുറിച്ചോ കണ്ടെത്തുവാൻ ശ്രമിക്കാതെ ചൂടോടെ കൈമാറാനുള്ള വ്യഗ്രതയാണ് പലപ്പോഴും നമ്മെ ഭരിക്കുന്നത്. താഴ്മയോടെ ഓരോരുത്തൻ മറ്റുള്ളവരെ തന്നേക്കാൾ ശ്രേഷ്ഠൻ എണ്ണിക്കൊള്ളുവീൻ എന്നുള്ള പൗലോസിൻ്റെ പ്രബോധനം ഇവിടെ നാം ഓർക്കേണ്ടതാണ്. അങ്ങനെയുള്ള മനോഭാവമാണ് നമുക്കുള്ളതെങ്കിൽ മറ്റുള്ളവരുടെ നന്മയെ കാണുവാനും അവരുടെ നേട്ടത്തിൽ സന്തോഷിക്കുവാനും അവരെ അഭിനന്ദിക്കുവാനും കഴിയും. അപ്പോഴാണ് സൗഹൃദങ്ങൾ തഴയ്ക്കുന്നത്. അപ്പോഴാണ് ആത്മബന്ധങ്ങൾ ശക്തിപ്പെടുന്നത്. കുടുംബ ബന്ധങ്ങളിൽ ശൈഥില്യം സംഭവിക്കുന്നതിനും സാമൂഹിക രംഗത്ത് അസ്വസ്ഥതകൾ മുളയ്ക്കുന്നതിനും പ്രധാന കാരണം സംസാരത്തിൽ വരുത്തുന്നതായ അശ്രദ്ധയും അപാകതയുമാണ്. രാഷ്ട്രീയ രംഗത്തായാൽ പോലും കോളിളക്കങ്ങളും പൊട്ടിത്തെറികളും ഇതുമൂലം ഉണ്ടാകുന്നത് ശ്രദ്ധേയമാണ്. ആയതുകൊണ്ട് സത്യത്തിൻ്റെയും നന്മയുടെയും പ്രയോജനത്തിൻ്റെയുമായ ശ്രേഷ്ഠതകളിൽ കൂടി സംസാര വിഷയങ്ങൾ കടത്തിവിട്ടാൽ സമൂഹ ബന്ധങ്ങൾ വ്യത്യസ്തമാകും. പരസ്പര ബന്ധങ്ങൾ ഊഷ്മളവും ശ്രേഷ്ഠവുമായി മാറുകയും ചെയ്യും. നമ്മുടെ നല്ല വാക്കുകൾ കൊണ്ട് മറ്റുള്ളവരെ സാന്ത്വനം നൽകുവാനും മറ്റുള്ളവർക്ക് സന്തോഷം നൽകുവാനും ദൈവ സാന്നിധ്യ ബോധത്തോടുകൂടി മറ്റുള്ളവരെ കാണുവാനും മറ്റുള്ളവർക്ക് വേണ്ടി പ്രവർത്തിക്കുവാനും ദൈവം നമ്മെ ഏവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഏവർക്കും ശുഭദിനം.